നമ്മളിന്ന് ചേർത്തല ട്രെൻഡ്സിൽ പോയായിരുന്നു. ചേർത്തല നമ്മുടെ അടുത്ത ചേർത്തല ട്രെൻഡ്സ് ഉണ്ട്. ചിലർക്കൊന്നും അറിയത്തില്ല ട്രെൻഡ്സ് എവിടെയാണെന്ന്. നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എക്സ്റേയുടെ അവിടെ കൂടി പോകുന്ന റോഡിലാണ് അവിടെയാണ് നമ്മുടെ എക്സ്റേ ഉള്ളത്. ബോയ്സ് സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അത്രയും പോകണ്ട. അപ്പോൾ നമ്മുടെ ചെക്കനുമായിട്ടാണ് നമ്മുടെ ഏറ്റവും ഇളയാളുമായിട്ടാണ് പോയത്. ബാക്കി രണ്ടുപേര് വീട്ടിലാണ്. കാരണം അവർക്ക് പഠിക്കാനുണ്ട്. പിന്നെ അവരെ കൊണ്ടുവന്ന് ശരിയാവത്തില്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നമുക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ കളക്ഷൻ കുറേ ഉണ്ട്, നമുക്കറിയാമല്ലോ. കുറച്ച് ക്വാളിറ്റി കൂടുന്നതോറും പൈസയും കൂടുതലാണ്. അപ്പോൾ പൈസ കൂടുതലാണ് കുറച്ച്. അപ്പോൾ കുറച്ചിലധികം അറിയില്ല. നമ്മൾ ഓരോ അഫോർഡബിളായിട്ട് ഓരോരുത്തരുടെയും ഓരോ ഇതുമനുസരിച്ചാണല്ലോ അഫോർഡബിലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ പോവുക. കാരണം ബൈ 2 get 1 ഫ്രീ അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് അവിടെ. അതായത് ഇപ്പോൾ നമ്മൾ 200 രണ്ട് സാധനം മേടിച്ചാൽ 100 രൂപയുടെയൊക്കെ എടുക്കുന്ന പൈസ കൂടുതൽ എടുക്കുന്നതിന് രണ്ടെണ്ണത്തിന് നമ്മൾ ബില്ല് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി പൈസ കുറവുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ബൈ 2 get 1 ഫ്രീ. അപ്പോൾ അവിടെ ചെന്നതാ ധാരാളം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുകയാണ്. ഹസ്ബൻഡിനൊരു ഷർട്ട് നോക്കുകയാണ്. ഷർട്ട് എടുത്തിട്ട് വില 1200 ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുള്ളൂ, അത് നമ്മൾ ഉപയോഗിച്ചാൽ വെറുത്താണ്. കാരണം നമ്മൾ ക്വാളിറ്റി വൈസ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇടാം. പക്ഷെ ചിലതൊക്കെ പെട്ടെന്ന് നശിച്ച് ചീത്തയായി പോവും പെട്ടെന്ന് പക്ഷേ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ധാരാളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല കളർ കോമ്പിനേഷനാണ്. ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഇത്രയും നല്ലൊരു കളർ തീമെല്ലാം നല്ലതാണ്. നല്ല ബ്രൈറ്റ് കളേഴ്സാണ് എല്ലാം ഉള്ളത്. ചെക്കൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. നമുക്ക് അവരുടെ കുട്ടികളുടെ സെക്ഷനാണിത്. ധാരാളം ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഏതായാലും എടുക്കുന്നില്ല. അവർ ചിക്കരയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് മതിയാവും. ഇപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഉടുപ്പുകൾ നമുക്ക് കുട്ടികൾക്ക് നല്ല സുഖമാണ് ഇടാനായിട്ട്. നമ്മുടെ പോളിസ്റ്റർ ടൈപ്പ് ഉടുപ്പുകളേക്കാളും ഒക്കെ കണ്ടോ, നല്ല നേരത്തേക്കാളും നന്നായിട്ട് കളക്ഷനുണ്ട് കേട്ടോ. നേരത്തെ അധികം കളക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അവിടെ ഒരു പയ്യൻ അവന് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ 50 രൂപയ്ക്ക് 3 കോഴിക്കുഞ്ഞുങ്ങളെ 3 കളറിൻ്റെ അവിടുത്തെ സെയിൽസ്മാനാണ്. അപ്പോൾ പുള്ളി കൊച്ചാണ് അവൻ വാങ്ങിയിട്ട് അത് വീട്ടിൽ കുട്ടികളുണ്ടെന്ന്. അപ്പോൾ അതിന് കളിക്കാൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഏറ്റവും നമ്മുടെ പയ്യനാണ് അതിൽ കുത്തിയിരുന്ന് കളിച്ചതൊക്കെ. കാരണം നമ്മുടെ പയ്യനെ ഇത് ആദ്യമായിട്ടാണ് കോഴീനെ ഇത്ര അടുത്ത് കാണുന്നതും കളർ കോഴീനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവന് ഭയങ്കര ക്യൂരിയസ്. അവൻ അതിനെ കളിക്കുകയും അതിനോട് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻസ് അവരും ആ പിള്ളേരും ആ കുട്ടികളും ഭയങ്കര എൻജോയ് ചെയ്തു. അവനും എൻജോയ് ചെയ്യുന്നു, അവരും എൻജോയ് ചെയ്യുന്നു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 8 മണി 9 മണിയൊക്കെ ആയി കാണും. അതുകൊണ്ട് തന്നെ അധികം ഇപ്പോൾ അവിടെ ആരും ഇല്ല. ക്ലോസ് ചെയ്യാറായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെക്കൻ അവിടെ ഇരുന്ന് മാസ് കളിയാണ്. ചെക്കനത് ഭയങ്കര ഇഷ്ടമായി. അതിനെ തട്ടുന്നു, തലോടുന്നു, അതിനെ കുത്തുന്നു. എന്നിട്ടും അത് അങ്ങോട്ട് ചെല്ലുവാണ്. അതൊരു പാവം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ അധികം ലൈഫൊന്നും ഇല്ലാതെ മരിച്ചു പോകും പെട്ടെന്ന് തന്നെയെന്നാണ് തോന്നുന്നത്. കാരണം അതിനെയൊക്കെ ഇങ്ങനെയൊക്കെ കളറടിച്ചൊക്കെ ഇപ്പം തന്നെ അതിൻ്റെയൊക്കെ പകുതി ജീവൻ പൊയ്ക്കാണോ. ഇനി കുളിപ്പിച്ചൊക്കെ വരുമ്പോൾ ഈ കളറൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. ഒരു ദിവസത്തേക്കൊക്കെ കാണുള്ളൂ. ഇങ്ങനെയൊന്നും പണ്ടൊക്കെ എപ്പോഴും നമ്മുടെ അവിടെ കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ താങ്ക് യു, എൻജോയ്.